രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടക്കും. ആദ്യഘട്ടം ഏപ്രിൽ 19-നും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ജൂൺ 1-നുമാണ് നടക്കുക. കേരളത്തിൽ ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിലാണ് പോളിംഗ്. ജൂൺ 4-ന് ഫലമറിയാം. विश्व का सबसे बड़ा लोकतांत्रिक त्योहार है, सबसे बड़ा लोकतांत्रिक त्योहार, बिगेस्ट 543 parliamentary constituencies, of which 84 are reserved for SCs and 47 are reserved for STs. രാജ്യമതിന്റെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. 543 അംഗ ലോക്സഭയിലേക്ക് 7 ഘട്ടമായി വോട്ടെടുപ്പ്. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 20-ന് പുറപ്പെടുവിക്കും. കേരളം രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് വിധിയെഴുതും. മൂന്നാം ഘട്ടം മെയ് 7-നും, നാലാം ഘട്ടം മെയ് 13-നും, അഞ്ചാം ഘട്ടം മെയ് 20-നും, ആറാം ഘട്ട വോട്ടെടുപ്പ് മെയ് 26-നും നടക്കും. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ മാസം 1-ാം തീയതി. കേരളം ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശ്, ബീഹാർ, पश्चिम बंगाल എന്നീ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടത്തിലും വോട്ടെടുപ്പുണ്ട്. जो फेज 1 का जो मैप है, इसमें नॉर्थ ईस्ट, नीचे तमिलनाडु, राजस्थान, सेंटर में छत्तीसगढ़, मध्य प्रदेश और उत्तराखंड, और ऊपर में जम्मू कश्मीर की 1 पार्लियामेंट्री कॉन्स्टिट्यूएंसी. 96.8 കോടി വോട്ടർമാരാണുള്ളത്. 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമുണ്ട്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും. കന്നി വോട്ടർമാരുടെ എണ്ണം 1.8 കോടി. ജനം. ഡൽഹി,